ചർച്ചയിലേക്ക് ശ്രീ കൃഷ്ണകുമാർ, എന്തുകൊണ്ടാണ് കൃത്യമായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന മുഴുവൻ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് സിൻഡിക്കേറ്റിൽ നിന്ന് ആ തീരുമാനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ വന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായും ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ അത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ലോ അക്കാഡമി ലോ കോളേജിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങൾ, രക്ഷകർത്താക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ, അവിടുത്തെ പൂർവ്വ അധ്യാപകർ ഉന്നയിച്ച വിഷയങ്ങൾ, ഇതിനെ സംബന്ധിച്ച് സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി, അഫിലിയേഷൻ കമ്മിറ്റി അടക്കം ഡോക്ടർ ജീവൻലാൽ അടക്കമുള്ള ഉപസമിതി വളരെ വ്യക്തമായി ഏകദേശം 90ഓളം വിദ്യാർത്ഥികളെ കണ്ട് അവരുടെ മൊഴിയെടുത്തു. ഏകദേശം 10-15ഓളം രക്ഷകർത്താക്കളെ കണ്ടവരെ മൊഴിയെടുത്തു. മറ്റ് കിട്ടാവുന്ന എല്ലാ മേഖലയിലും വളരെ വ്യക്തമായി പ്രിൻസിപ്പൽ അടക്കമുള്ള എല്ലാവരെയും കണ്ട് മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച കാര്യങ്ങൾ മുഴുവൻ 100% ശരിയാണ്, സത്യമാണ് എന്ന് ഒരു റിപ്പോർട്ട് ഉപസമിതി ഐക്യകണ്ഠേനയാണ് ഇന്ന് സിൻഡിക്കേറ്റിൽ പ്ലേസ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് ഒരംഗത്തിനും, സിൻഡിക്കേറ്റിലെ ഉപസമിതി അംഗങ്ങൾക്കടക്കം ഒരംഗത്തിനും അക്കാര്യത്തിൽ യാതൊരു വിധമായ തെറ്റിദ്ധാരണയോ മറിച്ച് അഭിപ്രായമോ ഇല്ല. അവിടെ പരീക്ഷാ സംബന്ധമായി ഇൻറ്റേണൽ മാർക്കിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് സംബന്ധിച്ച് അതിനേക്കാൾ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ഈ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ കുളിക്കാൻ പോകുന്നത് അടക്കമുള്ള മേഖലയിലോട്ട് തീർച്ചയായും അതെല്ലാം കണ്ടെത്തലുകളുണ്ട്. പക്ഷേ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നതാണ് ചോദ്യം. ഈ അവതരിപ്പിച്ച പ്രമേയം എന്ന് പറയുന്നത് ലക്ഷ്മി നായരെയും ലോ അക്കാഡമിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വേഗമായിട്ട് ലൈറ്റായിട്ടൊരു പരാമർശമാണ് ഈ ഇന്ന് അവിടെ അവതരിപ്പിച്ച ആ റെസൊല്യൂഷനിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച റെസൊല്യൂഷനിലുള്ളത്. അതിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല. അവിടെ പ്രിൻസിപ്പാളിനെതിരെ നടപടിയെടുക്കാൻ ഒരു ശുപാർശ മാത്രം. എന്തു നടപടി എന്നതിനെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണയോ ഒരു ഡെഫിനിറ്റായിട്ട് ഇന്ന നടപടി എന്ന് ഗവൺമെൻറ്റിലോട്ടോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലേക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം ഈ 100% ഭരണ ദുരുപയോഗവും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടും സ്വീകരിച്ച ഒരു പ്രിൻസിപ്പൽ അവരാ സ്ഥാനത്ത് തുടരുന്നത് ആ കോളേജിനെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാണ്. അത് അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് ഇവിടെ ഐകകണ്ഠേനയാണ് ഈ റിപ്പോർട്ട് തയ്യാറായത് എന്ന് പറയുന്നു. പക്ഷേ സുരേഷ്, നിങ്ങളുടെ സംഘടനയാണ് ശക്തമായി പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇത് ഐകകണ്ഠേനയല്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ പ്രതിനിധികളായി വരുന്ന, അതായത് CPM-ൻ്റെ പ്രതിനിധികളായി വരുന്നവർ ഒരു നിലപാട് സ്വീകരിച്ചു, അത് ഈ സ്ഥാപനത്തിന് അനുകൂലമായുള്ളതാണ്, ലക്ഷ്മി നായർക്ക് അനുകൂലമുള്ളതാണ് എന്ന്. എന്താണ് ആ വാദങ്ങളുടെ അടിസ്ഥാനം? എന്താ ശ്രീ ഹർഷൻ, ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. AISF ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വിദ്യാർത്ഥി ഐക്യ സമരത്തിൻ്റെ മുന്നണിയിലാണ് AISF ഉള്ളത്. ഞങ്ങളതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചോ അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാകുന്ന ചർച്ചകളിലേക്കൊന്നും AISF പോയിട്ടില്ല. ഞങ്ങൾ AIFന്റെ നേതാവായ മഹേഷ് കെട്ടിൽ അങ്ങനെ പറഞ്ഞു, റഹീമിന്റെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി പറയാം. ഞാൻ അതിന്റെ വിശദാംശം ഏറ്റെടുക്കുന്നില്ല. അത് AIFന്റെ പ്രതിനിധി തന്നെ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം തന്നെയാണ് ഈ ഉപസമിതി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിലും സിൻഡിക്കേറ്റിന്റെ. ഞാൻ ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോയിക്കോട്ടെ. AIFന്റെ നിലപാട് ഈ കാര്യത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? AIFന്റെ നിലപാടിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ അതിലേക്ക് വരുന്നില്ല. AISF ഇപ്പോൾ ഈ സമരത്തെ കൂട്ടി യോജിപ്പിക്കുന്ന ആ നിലപാടിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? നിലപാട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ചയ്ക്കാണ് വന്നത്. അതിനെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ KSU നേതാക്കന്മാർ, MSF നേതാക്കന്മാർ, ഇപ്പോൾ അവിടെ നടക്കുന്ന സമരസമിതിയിലുള്ള സംഘടനകളുടെ നേതാക്കന്മാരും എല്ലാമായി സംസാരിച്ചപ്പോൾ ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഈ സമരം ഇപ്പോൾ ധീരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വന്ന ഇതുവരെയുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് SFI അടക്കം പറഞ്ഞിട്ടില്ല. സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. ഈ പ്രിൻസിപ്പളിനെ മാറ്റുന്നത് വരെ ഈ സമരം നിലനിൽക്കുമെന്നാണ്. ഇന്നത്തെ സിൻഡിക്കേറ്റ് തീരുമാനം അനുകൂലമായി നിങ്ങൾ കരുതുന്നുണ്ടോ? AISF കരുതുന്നുണ്ടോ? അത് സമരത്തിന്റെ വിജയമായി നിങ്ങൾ കരുതുന്നുണ്ടോ?
ഒരു ഘട്ടത്തിൽ പോലും ഈ സമരത്തിനൊരു വിജയം വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല ഇന്ന് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രിൻസിപ്പളിനെ എതിരായി ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിലെന്ത് സാഹചര്യമാണുള്ളത്? ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഒരു നടപടി എന്താണ് എന്നുള്ളത് നടപടി കൃത്യമായി രേഖപ്പെടുത്താതെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മൾ കാണുന്നില്ല. ശ്രീ എ റഹീം, ആരോപണ വിധേയനാണ് താങ്കൾ. ഇന്ന് രാവിലെ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് ആ നിലയ്ക്ക് ഒരു ആരോപണം ഉയർന്നത്. ഇത് ബോധപൂർവം ഈ പ്രിൻസിപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനമാണ് ഈ റിപ്പോർട്ട് എന്നതാണ് ആ ആരോപണം. ആ ആരോപണത്തെ ശരിവയ്ക്കുന്നത് ആ പ്രിൻസിപ്പലിനെതിരെ ഒരു തരത്തിലുമുള്ള നടപടിക്ക് ശുപാർശ നിങ്ങൾ ചെയ്തില്ല എന്ന കാരണവുമാണ്. എന്താണ് വിശദീകരണം? അല്ല, ആരോപണത്തെ സംബന്ധിച്ച് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു. അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്, ഒരടിസ്ഥാനവുമില്ല. സർവകലാശാല സിൻഡിക്കേറ്റിനെക്കുറിച്ചോ യുവസമിതിയെക്കുറിച്ചോ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തയാളാണ് പറഞ്ഞത്. പ്രാഥമിക ധാരണ എന്നെക്കുറിച്ച് ആരോപിച്ച ആരോപണ രസകരമാണ്. ഉപസമിതിയിൽ നിർദ്ദേശങ്ങളുണ്ടായില്ല. നിർദ്ദേശങ്ങളില്ലാതെ നമ്മൾ ഫൈൻഡിങ്സാണ് കൊടുത്തത്, നിർദ്ദേശങ്ങളില്ല. ആ നിർദ്ദേശങ്ങൾ എടുക്കാത്തത് ഞാൻ നിമിത്തമാണ് പറഞ്ഞത്. അങ്ങനെ ആ തീരുമാനമെടുക്കുന്ന യുനാനിമസ് ആയിട്ടാണ്. അത് രാവിലെ തന്നെ എടുത്തു. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. രണ്ട്, അതുകൊണ്ട് വേറെ അപകടമില്ല. ഞാനും ഈ പറയുന്ന CPI അംഗവും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഉപസമിതിയിലെ അംഗങ്ങളും സിൻഡിക്കേറ്റും വെവ്വേറെയാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ശ്രീ മഹേഷ് കക്കത്ത് അങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ. രണ്ട്, ഈ കുട്ടികളുടെ നിലപാട് ഞാൻ ASFന്റെ പ്രതിയോട് പറയുന്നു, നിങ്ങൾ ഈ സമരം തുടരണം. നിങ്ങൾ നിങ്ങളുടെ മുദ്രാവാക്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങളുടെ മുദ്രാവാക്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പാൾ മാറണം. സർവകലാശാലയ്ക്ക് പ്രിൻസിപ്പാളിനെ മാറ്റാൻ അധികാരമില്ല. ആഗ്രഹത്തിനനുസരിച്ചോ വൈകാരികതയെടുക്കലോ ഞങ്ങൾക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. ഇതിൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നിലപാടുകൾക്ക് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് പ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഇവർ പറയുന്നത് പ്രിൻസിപ്പാളിനെ മാറ്റണം എന്ന് ഒരു അഭിപ്രായം എഴുതി ചേർക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ചർച്ചയ്ക്കിടയിൽ മഹേഷ് കക്കത്ത് എന്നോട് പേഴ്സണലി പറയുന്നത് നിങ്ങൾ വികാരത്തിനൊപ്പം നിന്നില്ല, അങ്ങനൊരു വാചകം എഴുതി ചേർക്കണ്ടേ എന്നാണ്. ആ വാചകം എഴുതി ചേർന്നുള്ളത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാൾ ലക്ഷ്മി നായരായിരിക്കും. ഇല്ലാത്ത അധികാരം ഞങ്ങൾ പ്രയോഗിച്ചതിൻ്റെ പേരിൽ അടുത്ത കോടതി ദിവസം ഫയൽ ചെയ്യേണ്ട താമസമേ ഈ റിപ്പോർട്ടും ഈ നിർദ്ദേശങ്ങളും അപ്പാടെ തള്ളും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു അധ്യാപകനെയോ പ്രിൻസിപ്പാളിനെയോ 5 വർഷത്തേക്ക് ഡിബാർ ചെയ്തൊരു അനുഭവം കാണിക്കാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ? ഇതോളമോ ഇതിനേക്കാളമോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഇത്രയും ശക്തമായ നിലപാടുമായി ഒരു റിപ്പോർട്ട് ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കെതിരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കാണിക്കാം? 90 കുട്ടികളെ നേരിട്ട് ഞങ്ങൾ ഹിയർ ചെയ്തു. മുഴുവൻ രേഖകളും ഞങ്ങൾ പരിശോധിച്ചു. ഇവരെല്ലാം പറഞ്ഞെന്താ, ലക്ഷ്മി നായർ വലിയ അധികാര വ്യാപ്തിയുള്ള ആളാണ്, സ്വാധീനമുള്ള ആളാണ്, അതുകൊണ്ട് ഇതൊന്നും അവർക്കെതിരായ ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നില്ല, ഞങ്ങളുടെ പരാതികൾ അസ്ഥാനത്താകും. നിങ്ങളതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഓരോ വരിയും പരിശോധിക്കും. തീർച്ചയായും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിൻഡിക്കേറ്റിൻ്റെ ഇന്നത്തെ തീരുമാനങ്ങളിൽ ഈ സമരക്കാർ, വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തീരുമാനം ഇങ്ങോട്ട് വരുമ്പോഴും നിലവിലെ അവസ്ഥയിൽ കോളേജ് ഭരിക്കുക ലക്ഷ്മി നായർ തന്നെ ആയിരിക്കും എന്നതാണ് അവസ്ഥ. അതുതന്നെയാണല്ലോ നേരിട്ട് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. ആ ആവശ്യത്തിന്മേൽ ഒന്നും പറയാതെ, ആ ആവശ്യത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ സിൻഡിക്കേറ്റ് പെരുമാറുന്നു എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന CPIയുടെ പ്രതിനിധിക്ക് പോലും എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരുന്നത്. CPIയുടെ പ്രതിനിധിക്ക് പലതും പറയാം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ നിയമപരമായ എന്തൊരു കാര്യം ചെയ്യും? ഞാൻ പറയട്ടെ, സിമ്പിൾ ഒരു കാര്യം ഹർഷനെ ഞാനൊന്ന് പറയട്ടെ സാർ. ഹർഷനെ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖരന് അധികാരമുണ്ടോ? ഇല്ലല്ലോ. ശ്രേയസ് കുമാറിന് മാത്രമേ അധികാരമുള്ളൂ, MP വീരേന്ദ്രകുമാറിന് അധികാരമുള്ളൂ. കോളേജ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്നത് മാനേജ്മെൻറ്റാണ്. നിങ്ങളെ ശ്രേയസ് കുമാർ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വന്നാൽ ശ്രേയസ് കുമാറാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങളെ പുറത്താക്കാൻ അധികാരമില്ല? രാജീവ് ചന്ദ്രശേഖർ അല്ല നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി. ഈ ലാൻഡ് ഓഫ് ദി ലായാണത്. നിങ്ങൾ അതിന് വിരുദ്ധമായ ഒരു സ്ഥലം കാണിച്ചാൽ ഞാൻ അങ്ങനെ ആവുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കോളേജിന് അനുവദിക്കുന്ന ഗ്രാന്റ്, ഈ കോളേജിന്റെ പ്രതിനിധികൾ സിൻഡിക്കേറ്റിലേക്ക് സെനറ്റിലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, ഈ കോളേജിലെ അധ്യാപകർ വോട്ട് ചെയ്യുന്ന സാഹചര്യം, ഇതെല്ലാം ചർച്ചാ വിഷയമാവേണ്ടി വരും. ഇത് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. താങ്കൾക്കറിയാമല്ലോ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ആ സ്ഥാപനത്തിൽ നിന്നുണ്ടായിരുന്ന പ്രാതിനിധ്യത്തെക്കുറിച്ച്. ആ സാഹചര്യം എല്ലാം പുനഃപരിശോധിക്കാനും അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കാനും വേണ്ട ഒരു കരുതൽ അത് ഈ റിപ്പോർട്ടിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടിൻ്റെ പെർവ്യൂവിൽ വരുന്ന ഭാഗമായിരുന്നില്ല. നിങ്ങൾ എന്നാൽ ഉന്നയിച്ച കാര്യത്തിന് പ്രസക്തിയുണ്ട്. ആ ഉന്നയിച്ച കാര്യം ഇന്ന് വരെ ആരും ഉന്നയിച്ചിരുന്നില്ല. ഈ ASF ഉണ്ടായിരുന്നു.
ഈ CPI ഇവിടെ ഉണ്ടായിരുന്നു, ഈ കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ BJP ഉണ്ടായിരുന്നു, ഇതേ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഉന്നയിച്ചുകൂടാന്നല്ല. ഉന്നയിച്ചു, അത് ഗൗരവമായിട്ട് എടുക്കണം. അത് ഇത് തമ്മിൽ നിന്ന് കൂട്ടിക്കുറയ്ക്കണം. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി പാർവതി, അവിടെ ആ സമരത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ മാറി നിന്ന് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നിരീക്ഷിച്ചാൽ, പൊതുസമൂഹത്തിൻ്റെ ഇവിടെ ഈ ചർച്ചയിലെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുസമൂഹത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ആഗ്രഹത്തിനൊത്ത് ഇന്നത്തെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഉയർന്നില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇനിയും അങ്ങോട്ട് ആ പ്രിൻസിപ്പൽ തന്നെ ആയിരിക്കും. പ്രിൻസിപ്പലിനെതിരെ മാത്രമാണ് പരാതി, പ്രിൻസിപ്പലിനെതിരെ മാത്രമാണ് ഇവരുടെ റിപ്പോർട്ട്. അങ്ങനെ ഇരിക്കുക പ്രിൻസിപ്പലിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാതെ ഈ എക്സാമിനേഷൻ്റെ കാര്യത്തിൽ ഡീബാർ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും പ്രിൻസിപ്പലായവർ തുടരുകയാണ്. അവർക്ക് തന്നെയാണ് അവിടെ എല്ലാ അധികാരവും. ആ സാഹചര്യവും തുടരുന്ന ഒരു സാഹചര്യത്തെ ഈ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു തീരുമാനമായി കരുതാൻ കഴിയും. ഇല്ല, ഞാൻ ഒന്നാമത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരില്ല, കാരണം ഞാൻ അവിടെ പഠിച്ചതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വളരെ നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്തൊരു വ്യക്തിയും കൂടിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് പരീക്ഷ എഴുതണമെങ്കിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ലക്ഷ്മി മാമിനെ ഒന്ന് പോയി കണ്ടാൽ മതി, ശരിയാക്കി തരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ലക്ഷ്മി മാമിനെ കണ്ടാൽ എങ്ങനെയാണ് അത് ശരിയാവുന്നത്? അതുകൊണ്ട് ഞാൻ തിരിച്ചുപോയി, ഞാൻ എഴുതാൻ നിന്നില്ല പരീക്ഷ. എനിക്ക് പഠിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ എൻ്റെ വേറെ വ്യക്തിപരമായ കാര്യം. അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതാനോ നേരിട്ട് പോയി കണ്ട് ഒന്ന് സംസാരിച്ച് അത് ശരിയാക്കാനോ ഞാൻ തയ്യാറായില്ല. ഇത് 2005 നടന്ന കാര്യമാണ്. അപ്പോൾ അകാരണമായാണ് എൻ്റെ അറ്റൻഡൻസ് ഇല്ലാതായെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിട്ട് പോലും ഞാനത് സംസാരിക്കാൻ തയ്യാറായില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമല്ല, വരുന്ന എത്രയോ ജനറേഷൻസ് ഇതിന് മുമ്പുള്ള ആൾക്കാരും അവിടെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും കണ്ടിട്ടും എല്ലാവരും കണ്ടടച്ചു. കാരണം ആ വീട്, അവരുടെ ക്ലൗട്ട്, അവരുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ എല്ലാവർക്കും എല്ലാം ബോധ്യമുള്ളതുകൊണ്ട് നമ്മളതും സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം പോലെയാണ് ഈ പെൺകുട്ടികളും ഈ ചെറുപ്പക്കാരും ഒരു സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പക്ഷേ ജിഷ്ണുവിൻ്റെ മരണമായിരിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞവർ പൊട്ടിപ്പുറപ്പെട്ടത്. 100% അവർ ആ ഭയം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവും. വെളിയിൽ നിന്ന് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്ക് മനസ്സിലാവില്ല. കാരണം അവിടെ നിന്ന് ഇപ്പോൾ ലക്ഷ്മി മാം, ഞാൻ പഠിക്കുമ്പോൾ ലക്ഷ്മി ടീച്ചർ അവിടെ പിന്നെ പ്രിൻസിപ്പലായിരുന്നില്ല. പക്ഷേ ടീച്ചർ പറയുന്നതിനപ്പുറം അവിടെ ഉള്ള ഒരു അധ്യാപകനും മാർക്കിടില്ല. ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ അല്ലാതെ മാറി നിന്നാൽ ആരെങ്കിലും മാറുമോ? ഒന്നുമില്ല, ടീച്ചർ പറയുന്നതിനപ്പുറം നടക്കില്ല. ടീച്ചർ ഒരു പക്ഷേ ഡയറക്ടറായിട്ട് അവിടെ വരുമായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും ഭാവിയെക്കുറിച്ച് അവർക്ക് വല്ലാത്ത ഭയമുണ്ട്. ഒരു ഘട്ടത്തിൽ നിന്ന് സിൻഡിക്കേറ്റിലെ ചർച്ചയിൽ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമാണിത്. അതായത് പ്രിൻസിപ്പാളിനെ മാറ്റണം എന്നാണ് പറയുന്നത്. മാറ്റിയില്ലാന്ന് എഴുതിയാണ് അടുത്ത് വലിയ അപാധം നിൽക്കുന്നത്. ആരാ കോളേജിനെ മാനാൻ വേണ്ടി? പ്രിൻസിപ്പളാണ്. എവരാണ്? ലക്ഷ്മി നായർ ഇസ് ദി പ്രിൻസിപ്പൾ മാത്രമല്ല, ഷീ ഈസ് ദി പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അതിന്റെ പ്രധാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നടപടിക്ക് ശുപാർശ നടപടിക്ക് തന്നെയാണ് ശുപാർശ ചെയ്തത്. അത് ഇന്ന നടപടിയാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല. ഒന്ന്, ഇല്ലാത്ത അധികാരം ഞങ്ങളെടുത്ത് പ്രയോഗിച്ചാൽ ആ ഒറ്റ കാരണത്താൽ ഈ റിപ്പോർട്ടാകെ അസാധുവാക്കാൻ അതായത് ഈ പ്രിൻസിപ്പലിനെ മാറ്റൽ എന്ന് പറയുന്ന പ്രക്രിയക്കാണ് ഇപ്പൊ ഇവിടെ സാങ്കേതികമായ കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെന്നാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിന് അനുകൂലമായ രീതിയിലാണോ ഈ കോളേജ് പ്രവർത്തിക്കുന്നത്? രണ്ടും രണ്ടല്ലേ സാർ? ഈ കോളേജ് പ്രവർത്തിക്കുന്നത് സാഹചര്യമാണോ? ഈ കോളേജ് വിദ്യാർത്ഥികൾ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. അവിടെ റഹീം ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ഒരു റിപ്പോർട്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സിൻഡിക്കേറ്റ് ഇത് അവതരിപ്പിക്കുന്നതിന്മേൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നിയമപരമായി നിലനിൽപ്പില്ലാത്ത എന്ത് സാധ്യതയും വളരെ എളുപ്പം ചോദ്യം ചെയ്യാനുള്ള കരുത്ത് ആ മേഖലയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ലക്ഷ്മി നായർക്കുണ്ട് എന്ന വാസ്തവം. നിങ്ങൾ ചോദിച്ചത് ടെലിവിഷൻ ചർച്ചയിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം, കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കോടതിയിൽ പോകുന്നത് ഈ തയ്യാറാക്കി കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ, കോടതിയിൽ പോകാൻ ധാരാളം കാര്യങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. SC/ST വിദ്യാർത്ഥികളെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന വലിയ ആരോപണം പോലും ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു ക്രിമിനൽ നോമൽസ് ആയ ഒരു കാര്യമാണ്. അതിലേക്ക് പോയാൽ തുടരാൻ വേണ്ടി കഴിയുമോ? കോടതിയിൽ പോയാൽ അവരെ മാറ്റാൻ കഴിയില്ലേ? അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ റിപ്പോർട്ടിനകത്ത് അത് വന്നിട്ടില്ലല്ലോ. ഈ റിപ്പോർട്ടിൽ
ഈ റിപ്പോർട്ടിൽ ആ വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വിഷയങ്ങളെല്ലാം ആരാ പറയുന്നത് പക്ഷേ വന്നിട്ടുണ്ട്? അതിന്മേൽ നടപടിയില്ല. വന്നിട്ടുണ്ടല്ലോ, അയക്കാത്തോണ്ടാ. ജാതി പേര് വിളിച്ച് അതെല്ലാം വന്നിട്ടുണ്ടെന്നേ. എന്ത് നടപടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ആ നടപടി എടുക്കാൻ എന്താ അവകാശം കൂടെ? അല്ല എന്ത് നടപടിയാണ് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്? അവകാശമില്ലാന്നേ. അവിടെയാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഇത്തരം ഒരു കാര്യത്തിൽ പോലും ഒരു സർവകലാശാലയ്ക്ക് ഒരു വിദ്യാർത്ഥികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവരുന്നയിച്ച ന്യായമായ ഒരു ഒരു നിമിഷം പറഞ്ഞു എനിക്ക് ഒന്നും ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്നതിനായിട്ട് ഒരു ലോജിക്ക് വേണം. കാരണം ഇപ്പൊ ഇദ്ദേഹം പറയുന്നതിനകത്ത് ഞാൻ 100% അദ്ദേഹത്തിനോടൊപ്പമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ പറയുന്ന ഈ ഡോക്യുമെന്റ് ഫയൽ ചെയ്താൽ അന്ന് തന്നെ ഹൈക്കോടതിയിൽ പോകാനിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ അത്രയും ക്ലൗട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒരു പഴുത് പോലും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. 16 ദിവസമായിട്ട് പട്ടിണി കിടന്നിട്ട് നമ്മൾ പിന്നെ നിഷ്ക്രിയരായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഞാൻ റഹീം പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. റഹീം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഇതിന് യൂണിവേഴ്സിറ്റിക്ക് അധികാരമില്ല എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റിക്ക് അധികാരമില്ലെങ്കിൽ ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ ആദ്യത്തെ റെസൊല്യൂഷനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് റഹീം തന്നെ പറയട്ടെ, ഇന്നെടുത്ത ആദ്യത്തെ റെസൊല്യൂഷൻ എന്താണ്? ഗവൺമെന്റിനോടും മാനേജ്മെന്റിനോടും ഉചിതമായ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. അപ്പൊ അതിനുള്ള അധികാരമുണ്ടോ? അല്ല, ഉചിതമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉചിതമായ നടപടി എടുക്കാം എന്ന് പറയാം. പക്ഷേ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഒരു കോളേജ് പ്രിൻസിപ്പള് കേരളത്തിലെ ഒരു കോളേജിലും ചെയ്യാത്ത ചരിത്രപരമായ കൃഷ്ണകുമാർ, ഇതിനകത്തൊരു പ്രശ്നം കേവലം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ നിലപാട്